നേന്ത്രവാഴ കൃഷിയിൽ കാസർഗോട്ടെ കർഷകരെ ചതിച്ച വാഴക്കന്നുകൾ വിതരണം ചെയ്ത ഏജന്റുമാർ 5 മാസം കൊണ്ട് കുലയ്ക്കുന്ന കുള്ളൻ വാഴകൾ എന്ന് പറഞ്ഞ് വിതരണം ചെയ്തത് 12 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന തേനീ വാഴകൾ. മഴവെള്ളം കെട്ടിക്കിടക്കാവുന്ന പ്രദേശങ്ങളിൽ കൃഷി ഇറക്കിയ കർഷകരാണെങ്കിൽ പ്രതിസന്ധിയിലുമായി. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്ന് കൊണ്ടുവന്ന് നേന്ത്രവാഴക്കന്നുകൾ വിതരണം ചെയ്യുമ്പോൾ കർഷകരോട് ഏജന്റുമാർ പറഞ്ഞത് ഇത് 5 മാസത്തിനകം കുലയ്ക്കുന്ന കുള്ളൻ നേന്ത്രവാഴകളുടെ കന്നുകൾ എന്നാണ്. പ്രതീക്ഷയോടെ കൃഷി ചെയ്ത വാഴത്തോട്ടങ്ങളിൽ 6 മാസം കഴിഞ്ഞിട്ടും കുല വരാതായതോടെയാണ് ചതിയിൽപ്പെട്ട കാര്യം തിരിച്ചറിയുന്നത്. ജൂലൈ മാസത്തോടെ മഴ ശക്തമാകുമ്പോൾ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇവ പൂർണ്ണമായും നശിക്കുന്നതാണ് കർഷകരെ ദുഃഖത്തിലാക്കുന്നത്. മഴയ്ക്ക് മുൻപ് കുലകൊത്താമെന്ന പ്രതീക്ഷയിൽ സെപ്റ്റംബർ മാസത്തിൽ വെച്ച വാഴകളാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലും മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലുള്ളത്. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കാൻ പോകുന്ന കാര്യം കർഷകർ ചൂണ്ടിക്കാട്ടി. കന്നിന് 20 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കന്ന് വാങ്ങിയത്. 20 കൊണ്ട് ഒരു വാഴക്കന്നെ 10, 200, 250 ചെലവ് വരും ഒരു വാഴക്കന്നെ. അങ്ങനെ നമ്മളെ അത്രയും കർഷകർ വളരെ വേജാറിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യമില്ല, ഇത് പോയി. ഇനിയിപ്പോൾ ജൂൺ ജൂലൈയിൽ വെള്ളം കയറും. ഇപ്പം കൊലച്ചിട്ടില്ല. മെയ് മാസം ലാസ്റ്റും തോന്നി ഇത് കൊലക്കുന്നത്. ഏകദേശം 10 മാസം ആവും അടുത്തേക്ക്. കർഷകർ വളരെ ആശങ്കജനകത്തിലാണ് ഉള്ളത്. ഇപ്പം അങ്ങനെ 9 മാസത്തിനകം കുലയ്ക്കുന്നതും പിന്നീട് 3 മാസം കഴിഞ്ഞ് കുല കൊത്താവുന്നതുമായ തേനീ വാഴകളാണ് തോട്ടങ്ങളിലുള്ളത്. ഇത്തരത്തിൽ ഏജന്റുമാർ വിതരണം ചെയ്ത 5000-ഓളം വാഴകൾ കാഞ്ഞങ്ങാട് മേഖലയിലെ തോട്ടങ്ങളിൽ കാണാം. അമൃത ന്യൂസ്, കാസർഗോഡ്.